ഇപ്പം ഇങ്ങനെയൊക്കെ പറയേണ്ടത് ചില മതങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ മതത്തിൽ ഇതിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ എല്ലാ മതത്തിലും ദൈവത്തിനെ കിട്ടുമെന്ന് പിന്നെ ആ മതത്തിലേക്ക് പോയിക്കൂടെ എന്ന് യുവാക്കൾ ചിന്തിക്കും. കാരണം യുവാക്കൾ ഇപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ മറ്റു മതങ്ങളിൽ ഇപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ യുവാക്കൾക്ക് ഇപ്പോൾ കല്യാണപ്രായമായ യുവാക്കൾക്ക് വധുവിനെ കിട്ടാനില്ല എന്നൊരു വിഷയമുണ്ട്. അപ്പം കൂടുതൽ വധു ഏത് മതത്തിലാണെന്നുള്ളത് നോക്കിയിട്ട്, കൂടുതൽ പെമ്പിള്ളർ ഏത് മതത്തിലാണുള്ളതെന്ന് നോക്കിയിട്ട് അതിലേക്ക് ചേക്കേറിക്കൂടെ? അതുപോലെ തന്നെ ചില മതങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര മാർക്കറ്റ് ഉണ്ട്, ചിലതിന് മാർക്കറ്റ് കുറവാണ്. ചില മതത്തിൽപ്പെട്ടവർക്ക് വേഗം ജോലി കിട്ടും. അപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് അതിൽ നിന്നിട്ട് അങ്ങ് പോയിക്കൂടെ? ദൈവം എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ ഏതിലേക്ക് മാറുന്നതിന് എന്താ പ്രശ്നം എന്ന് യുവാക്കൾ ചിന്തിക്കും. അങ്ങനെ മതങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് കൊഴിഞ്ഞുപോക്കുകൾ നടക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ മതത്തിന് ചോർച്ച ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു രാജ്യത്ത് പറയുമ്പം കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ സാമൂഹ്യ വിപത്തുകളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിലേക്ക് പറയാനായിട്ട്.